കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടുകിട്ടണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജി നിലനിൽക്കില്ലെന്ന് ആവർത്തിച്ച ഇഡി. എല്ലാ രേഖകളുടെയും പകർപ്പ് കരുവന്നൂർ ബാങ്കിൽ ലഭ്യമാണെന്നും ഇഡി കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ രേഖകളുടെ അസൽ പകർപ്പുകൾ എവിടെയെന്ന് ഇഡി പറയുന്നില്ല എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നും ഇഡിയുടെ കൈവശമുള്ള രേഖകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞായിരുന്നു ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചത്. ഇഡി കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടുകിട്ടണമെന്നും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ ഹർജി നിലനിൽക്കില്ലെന്നാണ് ഇഡി ഇന്നും കോടതിയിൽ പറഞ്ഞത്. ഇക്കാര്യം കോടതി ആദ്യം പരിശോധിക്കണം. എല്ലാ രേഖകളുടെയും പകർപ്പ് കരുവന്നൂർ ബാങ്കിൽ ലഭ്യമാണെന്നും ഇഡി വ്യക്തമാക്കി. എന്നാൽ രേഖകളുടെ അസൽ പകർപ്പുകൾ എവിടെയെന്ന് ഇഡി പറയുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ വാദമുന്നയിച്ചു. കുറച്ച് രേഖകൾ കോടതിയിലും മറ്റുള്ളവ ഇഡിയുടെ കൈവശമാണെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ വാദം. 164ഓളം രേഖകൾ ലഭിക്കാനുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് അവകാശപ്പെടുന്നത്. ക്രൈംബ്രാഞ്ച് ഹർജി ഈ മാസം 14-ന് വീണ്ടും പരിഗണിക്കും. PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതും 14-ലേക്ക് മാറ്റി. CK ജിൽസിന്റെ ജാമ്യാപേക്ഷ 12-ന് പരിഗണിക്കും. കലൂരിലെ പ്രത്യേക കോടതിയുടേതാണ് നടപടി. ജനം, കൊച്ചി.